Fundamentals of epigenetics, chromatin remodeling, histone code hypothesis. ഒരു ജീനിൻ്റെ ജനറ്റിക് മേക്കപ്പ്, അതായത് അതിൻ്റെ സീക്വൻസിൽ മാറ്റമൊന്നും ഉണ്ടാകാതെ തന്നെ അതിൻ്റെ എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ടാകുന്ന കോണ്ടക്സ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ജനറ്റിക്സിൻ്റെ ശാഖയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ സെഷനിൽ എപ്പിജനറ്റിക്സിൻ്റെ ബേസിക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ എപ്പിജനറ്റിക് മെക്കാനിസംസ്, ഫോർ എക്സാമ്പിൾ ക്രൊമാറ്റിൻ റീമോഡലിംഗ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യൂക്കാരിയോട്ടിക് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. യൂക്കാരിയോട്ടിക് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഇവിടെ റീക്യാപ്പ് ചെയ്യുകയാണ്. DNA എന്ന ജനറ്റിക് മെറ്റീരിയൽ വളരെ നേക്കഡായിട്ട് അല്ലെങ്കിൽ ബെയറായിട്ടല്ല ന്യൂക്ലിയസിൽ യൂക്കാരിയോട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്രോമസോംസ് ആയിട്ടാണ് ഇവ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതായത് ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ആ കോർ യൂണിറ്റിൻ്റെ ചുറ്റും റാപ്പ് ചെയ്ത് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നു. ഈ ന്യൂക്ലിയോസോം ഫർദർ കണ്ടൻസേഷൻ നടന്ന് സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടാകുന്നു. അതാണ് പിന്നീട് മെറ്റാഫേസ് ക്രോമസോമിനകത്തുള്ള ആ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഹെവി കോയിലിംഗ് നടക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. സെൽ ഡിവിഷൻ്റെ സമയത്ത് പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ക്രോമസോംസിൽ ഉണ്ടാകും. അതിനെ ഒഴിവാക്കാൻ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ടുള്ള അസോസിയേഷൻ DNA സഹായിക്കും. അതുപോലെ തന്നെ DNA എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂളാണ്. ഇത്രയും ലെങ്ത് ഉള്ള ഒരു മാക്രോ മോളിക്യൂള് വളരെ ടൈനി ആയിട്ടുള്ള സെല്ലിനകത്ത്, ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെവി കോയിലിംഗ് അല്ലെങ്കിൽ ഈ ക്രോമസോമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് നമുക്ക് ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ടുള്ള അസോസിയേഷൻ വഴി DNAക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് എപ്പിജനറ്റിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അറിയേണ്ട വേറെ ഒരു ഫണ്ടമെൻ്റൽ ഫീച്ചറാണ് ജീൻ എക്സ്പ്രഷൻ്റെ ബേസിക് മെക്കാനിസം. ഒരു ജീനോമിനകത്ത് പലതരത്തിലുള്ള ജീൻസ് ഉണ്ടായിരിക്കും. ജീൻസ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന റീജിയൻസ് ആണ്. ഇപ്പോൾ ജീനിനെ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫങ്ഷണൽ ആസ്പെക്റ്റ് വെച്ചിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ വിച്ച് സ്പെസിഫൈസ് ദ സിന്തസിസ് ഓഫ് വൺ പോളിപെപ്റ്റൈഡ് ഓർ ആൻ RNA ട്രാൻസ്ക്രിപ്റ്റ്. ഒരു പോളിപെപ്റ്റൈഡിനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു RNA ട്രാൻസ്ക്രിപ്റ്റിനെ ഉണ്ടാക്കുന്ന ജനറ്റിക് മെറ്റീരിയലിൻ്റെ പോർഷൻസിനെ നമുക്ക് ജീൻസ് എന്ന് പറയാം. ഇപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ കോഡഡ് ആണ്. DNA കോഡ്സ് ആയിട്ട്, ATGC കോഡ്സ് ആയിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. ആ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി RNA കോഡ്സ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഈ RNA കോഡ്സ് പിന്നീട് റൈബോസോം റീഡ് ചെയ്ത് അതിൽ നിന്ന് പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ജനറ്റിക് ഇൻഫർമേഷനകത്ത് ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ 1 by 1 ആയിട്ട് റൈബോസോംസ് ആഡ് ചെയ്ത് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു പ്രോട്ടീൻ കോഡിംഗ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് കോഡിംഗ് ജീനിൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നത്. ചില ജീൻസിൻ്റെ എക്സ്പ്രഷൻ ജസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റേജ് കൊണ്ട് തന്നെ നിൽക്കും. അതായത് ഫോർ എക്സാമ്പിൾ റൈബോസോമൽ RNA ജീൻസ്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റൈബോസോമൽ RNA സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് കൊണ്ട് അത് കംപ്ലീറ്റഡ് ആവും, അതിൻ്റെ എക്സ്പ്രഷൻ കംപ്ലീറ്റഡ് ആവും. ഇതുപോലെ തന്നെ tRNA ജീൻസും ഉണ്ട്, അതും ഫങ്ഷൻ ചെയ്യുന്നത് സെയിം മെക്കാനിസം വഴിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പ്രോട്ടീൻ കോഡിംഗ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് കോഡിംഗ് ജീൻ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷനിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ട്രാൻസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് DNA കോഡ്സ് ഇൻറ്റു RNA കോഡ്സ്. The final product formed is called mRNA. Then mRNAയിലുള്ള ആ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും ബൈ ദ ഹെൽപ്പ് ഓഫ് റൈബോസോംസ്. അങ്ങനെ ഫൈനലായിട്ട് പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാകും. ആ സ്റ്റെപ്പിനെ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ജീൻ എക്സ്പ്രഷൻ്റെ ആ ഓവറോൾ സ്കീമാറ്റിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ജീൻ എക്സ്പ്രഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ജനറ്റിക് പോർഷനെ നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്നാണ് പറയുന്നത്.
അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ഉള്ളത്, ജനറ്റിക് കോഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ ATGC DNA കോഡ്സ് ഉള്ള ഒരു സ്ട്രക്ചറൽ ജീനാണ് റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പർട്ടിക്കുലർ സ്ട്രക്ചറൽ ജീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള റെഗുലേറ്ററി സീക്വൻസസ് ഉണ്ടായിരിക്കും. ഒരു സ്ട്രക്ചറൽ ജീനിന് മസ്റ്റായിട്ട് വേണ്ട ഒരു റെഗുലേറ്ററി സീക്വൻസ് ആണ് ജീൻ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഈ ജീൻ പ്രൊമോട്ടർ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന മെഷീനറീസ് സ്ട്രക്ചറൽ ജീനിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്നത് RNA polymerase എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ആണ്. At first, the RNA polymerase interacts with the gene promoter of the structural gene. അപ്പോൾ സ്ട്രക്ചറൽ ജീനിന്റെ പ്രൊമോട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം that RNA polymerase moves to or it finally interacts with the structural gene itself. അപ്പോൾ സ്ട്രക്ചറൽ ജീനിനെ അത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നു. അതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതിനകത്തുള്ള DNA കോഡ്സിനെ RNA കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ദാറ്റ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് mRNA, മെസ്സഞ്ചർ RNA. അതിനകത്ത് ജനറ്റിക് ഇൻഫർമേഷൻ ഉണ്ട് RNA കോഡ്സ് ആയിട്ട്. പിന്നീട് ഈ മെസ്സഞ്ചർ RNA റൈബോസോമുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് റൈബോസോം അതിനകത്തുള്ള ജനറ്റിക് ഇൻഫർമേഷനെ റീഡ് ചെയ്ത് ആ ഇൻഫർമേഷനെ പോളിപെപ്റ്റൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഈ mRNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് പോളിപെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ മെക്കാനിസത്തിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുവാണെങ്കിൽ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് എപ്പിജനറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇൻട്രോയിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞായിരുന്നു. Epigenetics is the study of changes in the gene expression or cellular phenotype caused by mechanisms other than changes in the underlying DNA sequence. സാധാരണ ക്ലാസിക്കൽ ജെനറ്റിക്സ് പറയുന്നത് ഒരു ഫീനോടൈപ്പിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, അതുപോലെ തന്നെ ജീൻ എക്സ്പ്രഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ DNA സീക്വൻസ്, അതായത് ആ ജീനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിൽ മാറ്റം ഉണ്ടാകണം. ഇങ്ങനെ മാറ്റം ഒന്നും ഉണ്ടാകാതെ തന്നെ DNA സീക്വൻസ് ഇൻടാക്ട് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ജീൻ എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സെല്ലുലാർ ഫിനോടൈപ്പിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള മെക്കാനിസംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ജെനറ്റിക്സിന്റെ ബ്രാഞ്ചാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടസ്റ്റിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ എപ്പിജെനറ്റിക് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഡെഫിനിഷനെ നമുക്ക് ഐഡന്റിക്കൽ ട്വിൻസിന്റെ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐഡന്റിക്കൽ ട്വിൻസ്, മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു സ്പേമും ഒരു ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ എത്തുമ്പോഴേക്കിന് ഇവർ പരസ്പരം വേരിയേഷൻസ് കാണിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ഇൻഡിവിജ്വൽസ് വളർന്ന് വലുതാകുമ്പോഴേക്കിന് ഒരാൾക്ക് ഒരു 40 വയസ്സായപ്പോഴേക്കിന് ഡയബറ്റീസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, വേറെ കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് എല്ലാം ഒരു 40-50 റേഞ്ചിൽ അയാളിൽ ഡെവലപ്പ് ചെയ്തു. പക്ഷെ മറ്റേ ആള് ഇയാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്തു. ഇതിനുള്ള കാരണം ഈ ഡിസീസസ് ഉണ്ടായ വ്യക്തി, അബ്നോർമാലിറ്റി ഉണ്ടായ വ്യക്തി എന്ന് പറയുന്നത് വളരെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്തിരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒന്നും അയാൾക്ക് ഇല്ലായിരുന്നു. അതിനനുസരിച്ചിട്ട് അയാളുടെ ഫീനോടൈപ്പിന് മാറ്റം ഉണ്ടായി. അയാൾക്ക് ഡിസീസ് റിസ്ക് ഒക്കെ ഡെവലപ്പ് ചെയ്തു. മറ്റേ ആള് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തത് കൊണ്ട് അയാൾക്ക് ഈ പ്രശ്നങ്ങൾ, ഈ അയാളുടെ സിബ്ലിങ്ങിനുണ്ടായ സെയിം പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ രണ്ടുപേരും ഒരേ തരത്തിലുള്ള ജനറ്റിക് മേക്കപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മാറ്റം വന്നു? അപ്പോൾ ആ മാറ്റത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ജെനറ്റിക്സ് പറയുന്ന റീസൺസ് ഒന്നുമല്ല. ക്ലാസിക്കൽ ജെനറ്റിക്സ് പറയുന്ന റീസൺസ് ആണെങ്കിൽ അവർക്ക് മ്യൂട്ടേഷൻസോ വേറെ ഏതെങ്കിലും മാറ്റങ്ങളോ അവരുടെ അണ്ടർലൈൻ ജീനോടൈപ്പിൽ ഉണ്ടാകണം. പക്ഷെ ഇവിടെ ജീനോടൈപ്പിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഓർഗാനിസത്തിന്റെ ജനറ്റിക് എക്സ്പ്രഷനിൽ വ്യത്യാസം വരുന്നു. ക്ലാസിക്കൽ ജെനറ്റിക്സും അതുപോലെ തന്നെ എപ്പിജെനറ്റിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എപ്പിജെനറ്റിക് മെക്കാനിസംസ് ഡു നോട്ട് ഇൻവോൾവ് എ ചേഞ്ച് ടു ദ DNA സീക്വൻസ്, whereas genetic mechanisms involve changes in DNA sequences. നേരത്തെ തന്നെ പറഞ്ഞതാണ്,
DNA സീക്വൻസസിന് മാറ്റമൊന്നും വരാതെ തന്നെയാണ് എപ്പിജനറ്റിക് മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത്. Then epigenetic regulations involves the modification of DNA and the proteins associated with the DNA, which results in changes to the conformation of DNA and accessibility of other factors to DNA without a change to the sequence of the DNA. അതായത് DNA സീക്വൻസിന് മാറ്റമൊന്നും വരാതെ തന്നെ DNA-യും അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും തമ്മിലുള്ള ആ അസോസിയേഷന് മോഡിഫിക്കേഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ DNA-ക്ക് കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ DNA ആക്സസ് ചെയ്യാൻ മറ്റുള്ള ഫാക്ടേഴ്സിന് എങ്ങനെയാണോ സാധിക്കുന്നത് അതിലും വ്യത്യാസം വരുന്നു. അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ RNA പോളിമറൈസ്, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇതുപോലുള്ള പ്രോട്ടീൻ കോംപ്ലക്സസ് DNA-യുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഈ ഹിസ്റ്റോണും DNA-യും തമ്മിലുള്ള അസോസിയേഷൻ ഈ ആക്സസിബിലിറ്റിയെ പല രീതിയിൽ മോഡറേറ്റ് ചെയ്യും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യും. അതുവഴി ജീൻ എക്സ്പ്രഷനിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നടക്കണമെങ്കിൽ DNA-യുടെ സീക്വൻസിന് മ്യൂട്ടേഷൻ പോലെ ചേഞ്ചസ് ഒന്നും ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ തന്നെ നമുക്ക് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെസ്റ്റ് ആണ് ക്രോമാറ്റിൻ റീമോഡലിംഗ്. Chromatin remodeling is the dynamic modification of chromatin architecture to allow access of condensed genomic DNA to the regulatory transcription machinery proteins and thereby control gene expression. Gene expression proper ആയിട്ട് നടക്കണമെങ്കിൽ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന DNA-യിലുള്ള ജീൻസ് ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഫാക്ടേഴ്സ്, അതായത് RNA പോളിമറൈസ്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇതുപോലെയുള്ള കമ്മോഡിറ്റീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഹിസ്റ്റോണും അതുപോലെ തന്നെ DNA-യും തമ്മിലുള്ള അസോസിയേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് റീമോഡൽഡ് ആകുന്നു. ഇതിനെയാണ് ക്രോമാറ്റിൻ റീമോഡലിംഗ് എന്ന് പറയുന്നത്. ഇത് ക്രോമാറ്റിൻ്റെ ആർക്കിടെക്ചറിൽ ഉണ്ടാകുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള മോഡിഫിക്കേഷനാണ്. കണ്ടൻസ്ഡ് ആയിട്ടുള്ള ജീനോമിക് DNA ഈ പർട്ടിക്കുലർ മോഡിഫിക്കേഷൻ നടക്കുന്നത് വഴി പലതരത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി പ്രോട്ടീൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ DNA-ക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അതുവഴി ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റഡ് ആകുന്നു. ക്രോമാറ്റിൻ റീമോഡലിംഗ് വഴിയാണ് എപ്പിജനറ്റിക് മെക്കാനിസംസ് ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ ന്യൂക്ലിയോസോം മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ബേസിക് ആയിട്ട് 4 ടൈപ്പിലുള്ള ഹിസ്റ്റോൺസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. H2A, H2B, H3 ആൻഡ് H4. 2 ടയേഴ്സ് ആയിട്ട് ഇത് 4ൻ്റെ 2 ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ കോർ ഉണ്ടാവുന്നു. ഈ കോറിന് ചുറ്റും DNA റാപ്പ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ റാപ്പ് ചെയ്ത് വരുന്ന DNA ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോൺ H1 എന്ന് പറയുന്ന കാറ്റഗറി ആക്ട് ചെയ്യുന്നത്. ഫൈനലി ബീഡ്സ് ഓൺ സ്ട്രിംഗ് ന്യൂക്ലിയോസോം അറേ ഉണ്ടാകുന്നു. അത് പിന്നീട് ഫർദർ കണ്ടൻസ് ചെയ്ത് സോളിനോയിഡ് മോഡൽ ഫോം ചെയ്യുന്നു. ഹിസ്റ്റോൺസും DNA-യും തമ്മിലുള്ള അസോസിയേഷൻ പല രീതിയിൽ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ ജീൻ എക്സ്പ്രഷനിൽ റെഗുലേഷൻ സാധ്യമാണ്. അതാണ് ക്രോമാറ്റിൻ റീമോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോമാറ്റിൻ റീമോഡലിംഗ് ഇസ് ദ enzyme assisted process to facilitate access of nucleosomal DNA by remodeling the structure, composition and positioning of nucleosome. ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന മെഷീനറീസ് ന്യൂക്ലിയോസോമൽ DNA-യെ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ന്യൂക്ലിയോസോം സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാകണം. അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടാകണം. ഇതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ റീമോഡലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു എൻസൈം അസിസ്റ്റഡ് പ്രോസസ്സാണ്. ആക്സസ് ടു ന്യൂക്ലിയോസോമൽ DNA is mainly governed by 2 major classes of protein complexes: covalent histone modifying complexes, then ATP dependent chromatin remodeling complexes. ന്യൂക്ലിയോസോമൽ DNA-യുടെ ആക്സസിങ് ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി എങ്ങനെയാണ് സാധ്യമാക്കുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് 2 പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ്. കോവാലന്റ് ഹിസ്റ്റോൺ മോഡിഫൈയിങ് കോംപ്ലക്സസ്, ദെൻ ATP ഡിപ്പെൻഡന്റ് ക്രോമാറ്റിൻ റീമോഡലിംഗ് കോംപ്ലക്സസ്. ആദ്യത്തെ കാറ്റഗറിയാണ് കോവാലന്റ് ഹിസ്റ്റോൺ മോഡിഫൈയിങ് കോംപ്ലക്സസ്. ദേ ആർ സ്പെസിഫിക് പ്രോട്ടീൻ കോംപ്ലക്സസ് known as histone modifying complexes. They catalyze addition or removal of various chemical elements on histones.
These enzymatic modifications include acetylation, methylation, phosphorylation, ubiquitination. Then these modifications primarily occur at the end terminal of histone tails. അതായത് കോവലന്റ് ഹിസ്റ്റോൺ മോഡിഫയിങ് കോംപ്ലക്സസ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് they modify histones by adding some tags. അതായത് അസറ്റൈൽ ഗ്രൂപ്പ്സ്, മീഥൈൽ ഗ്രൂപ്പ്സ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്, യുബിക്വിറ്റിൻ ടാഗ്സ് ഒക്കെ ഈ ഹിസ്റ്റോൺസിലേക്ക് ഇവ ആഡ് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഹിസ്റ്റോൺസും ഡി എൻ എയും തമ്മിലുള്ള അസോസിയേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ആ അസോസിയേഷന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒന്നെങ്കിൽ ആക്സിലറേറ്റഡ് ആവും അല്ലെങ്കിൽ ഡീസിലറേറ്റഡ് ആവും. അപ്പോൾ ഇതുവഴിയാണ് കോവാലന്റ് ഹിസ്റ്റോൺ മോഡിഫയിങ് കോംപ്ലക്സസ് വർക്ക് ചെയ്യുന്നത്. Such modifications affects the binding affinity between histones and DNA and thus loosening and tightening the condensed DNA wrapped around histones. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് അസറ്റിലേഷൻ, ദെൻ മെഥിലേഷൻ, ഫോസ്ഫോറിലേഷൻ, യുബിക്വിറ്റിനേഷൻ ഇതുപോലുള്ള മോഡിഫിക്കേഷൻസ് ഹിസ്റ്റോൺസിൽ നടക്കുമ്പോഴേക്കിന് ഹിസ്റ്റോൺസും ഡി എൻ എയും തമ്മിലുള്ള ബൈൻഡിങ് അഫിനിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ഈ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഡി എൻ എ ഈ ഹിസ്റ്റോൺസിൻ്റെ ചുറ്റും റാപ്പ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഡി എൻ എക്ക് ഒന്നെങ്കിൽ ലൂസനിങ് ഉണ്ടാവും അല്ലെങ്കിൽ ടൈറ്റനിങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഥിലേഷൻ ഓഫ് സ്പെസിഫിക് ലൈസിൻ റെസിഡ്യൂസ് ഇൻ H3 and H4 causes further condensation of DNA around histones. H3, H4 റെസിഡ്യൂസിൽ ലൈസിൻ റെസിഡ്യൂസിൽ മെഥിലേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഡി എൻ എയും ഹിസ്റ്റോൺസും തമ്മിലുള്ള അസോസിയേഷൻ ഫർദർ കണ്ടൻസ്ഡ് ആവും, കൂടുതൽ സ്ട്രോങ് ആവും, ദെയർബൈ പ്രിവെൻറ്റിംഗ് ബൈൻഡിങ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ടു ദ ഡി എൻ എ ലീഡിങ് ടു ജീൻ റിപ്രഷൻ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴേക്കിന് അവിടെയുള്ള ജീൻസിന് റിപ്രഷൻ ഉണ്ടാകും, അതായത് ഇനാക്ടിവേഷൻ സംഭവിക്കുന്നു. സാധാരണ രീതിയിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ മെഥിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴേക്കിന് ആ ജീൻ എക്സ്പ്രഷനിൽ ഇനാക്ടിവേഷനാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ മെഥിലേഷൻ കൊണ്ട് ആക്ടിവേഷനും സംഭവിക്കാം. രണ്ടും സംഭവിക്കാവുന്ന ഒരു മോഡിഫിക്കേഷനാണ് മെഥിലേഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ഓർ ഇനാക്ടിവേഷൻ ക്യാൻ ഓർ റിപ്രഷൻ ക്യാൻ ഓക്കർ ഡ്യൂ ടു മെഥിലേഷൻ. ഏത് തരത്തിലുള്ള റെസിഡ്യൂസ് ആണ് മെഥിലേറ്റഡ് ആവുന്നത് അതാണ് ആക്ച്വലി ആക്ടിവേഷൻ ആണോ ഇനാക്ടിവേഷൻ ആണോ എന്നുള്ളതിനെ മെയിനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓൺ ദ കോൺട്രറി, ഹിസ്റ്റോൺ അസറ്റിലേഷൻ റിലാക്സസ് chromatin condensation and exposes DNA for transcription factor binding, leading to increase in gene expression. അസറ്റിലേഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഹിസ്റ്റോൺ പ്രോട്ടീൻസിനകത്ത് അസറ്റിലേഷൻ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ, അസറ്റൈൽ ടാഗ്സ് ആഡ് ചെയ്യുവാണെങ്കിൽ ക്രോമാറ്റിൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആവും. ഹിസ്റ്റോൺസും ഡി എൻ എയും തമ്മിലുള്ള അസോസിയേഷൻ റിലാക്സ്ഡ് ആവും. അവിടെയുള്ള ജീൻസ് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന മെഷീനറിക്ക് വളരെ ഈസി ആയിട്ട് അവിടെയുള്ള ജീൻസിനെ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വളരെ ഈസി ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ആർ എൻ എ പോളിമറൈസ് വളരെ ഈസി ആയിട്ട് അതിൻ്റെ പ്രൊമോട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പിന്നീട് സ്ട്രക്ചറൽ ജീനിലേക്ക് പോയി അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റഡ് ആക്കും. ഈ രീതിയിലാണ് ഹിസ്റ്റോൺസിൻ്റെ മോഡിഫിക്കേഷൻ ഈ ഡി എൻ എയും ഹിസ്റ്റോൺസും തമ്മിലുള്ള അസോസിയേഷനെ ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആ കണ്ടൻസേഷന് ലൂസനിങ് ഉണ്ടാകാം അല്ലെങ്കിൽ ടൈറ്റനിങ് സംഭവിക്കാം. ലൂസനിങ് ആണെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ആക്ടിവേറ്റഡ് ആവും അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റഡ് ആവും. ടൈറ്റനിങ് ആണെങ്കിൽ ജീൻസ് റിപ്രസ്ഡ് ആവും, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തിസിസ്. The histone code hypothesis states that the transcription of genetic information encoded in DNA is in part regulated by chemical modifications to histone proteins, primarily on their terminal ends. ഈ ഹൈപ്പോത്തിസിസ് പറയുന്നത് ഡി എൻ എക്കകത്ത് കോഡ് ചെയ്തിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ പ്രോസസ്സ് അത് ഒരു പരിധി വരെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസ് വഴിയാണ്. അതായത് നേരത്തെ പറഞ്ഞ അസറ്റിലേഷൻ, മെഥിലേഷൻ, യുബിക്വിറ്റിനേഷൻ, ഫോസ്ഫോറിലേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ വഴിയാണ്. അത് ടെർമിനൽ എൻഡ്സിലാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ സംഭവിക്കുന്നത്. ദ ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ ബൈ കെമിക്കൽ മോഡിഫിക്കേഷൻസ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ദസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മെക്കാനിസം ഫോർ എപ്പിജനറ്റിക് കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ. മോഡിഫിക്കേഷൻ ഓഫ് ഹിസ്റ്റോൺസ് അത് പല രീതിയിൽ നടക്കും. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണ്
Methylation usually causes condensation of chromatin and thereby prevent transcription activation. Then acetylation promotes the openness of chromatin, as acetylated histones cannot pack as well together as deacetylated histones. The acetylated histones are responsible for the transcription activation. അതായത് മെത്തിലേഷൻ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെന്റ് ചെയ്യും, അസറ്റിലേഷൻ ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യും. DNA കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് മാറും. The histone modification serves to recruit other proteins rather than through simply stabilizing or destabilizing the interaction between histones and underlying DNA. ഈ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഹിസ്റ്റോൺസും DNA-യും തമ്മിലുള്ള ആ ഇൻട്രാക്ഷനെ സ്റ്റെബിലൈസ് ചെയ്യുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രം വഴിയല്ല റെഗുലേഷൻ സാധ്യമാക്കുന്നത്. ഇത് ഫർദർ അഡീഷണൽ ആയിട്ട് ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഈ പർട്ടിക്കുലർ റീജിയൻസിലേക്ക് അത് റിക്രൂട്ട് ചെയ്യും. അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ RNA പോളിമറൈസ് പോലെയുള്ള എൻസൈം കോംപ്ലക്സസ് ഒക്കെ ഈ പർട്ടിക്കുലർ റീജിയൻസിലേക്ക് റിക്രൂട്ടഡ് ആവും, അട്രാക്റ്റഡ് ആവും. These recruited proteins then act to alter chromatin structure to promote transcription. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് the very basic summary of the histone code for gene expression status. ഇവിടെ ഹിസ്റ്റോൺസ് ഏത് കാറ്റഗറി ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ടേബിൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം. ഈ ഹിസ്റ്റോൺസിന്റെ നോമൻക്ലേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ H3 എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ 3 ആണ് കൊടുത്തിരിക്കുന്നത്. കോർ ഹിസ്റ്റോൺ പ്രോട്ടീനകത്ത് H3 എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലൈസീൻ എന്നുള്ളത് ആണ് K എന്ന് പറയുന്ന സിമ്പൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ 4th പൊസിഷനിലാണ് ഇവിടെ മോണോമെത്തിലേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ 4th പൊസിഷനിൽ H3യിൽ ലൈസീൻ റെസിഡ്യൂസിൽ മോണോമെത്തിലേഷൻ നടക്കുവാണെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ആക്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേഷൻ ഉണ്ടാവും. അതായത് ഹിസ്റ്റോൺസും DNA-യും തമ്മിലുള്ള അസോസിയേഷൻ കുറച്ചുകൂടെ ലൂസൻഡ് ആവും. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ RNA പോളിമറൈസ് ഒക്കെ അവിടെ റിക്രൂട്ടഡ് ആവും, ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റഡ് ആവും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്തത് H3K9 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് എഗെയിൻ ഹിസ്റ്റോൺ 3 തന്നെയാണ്. ലൈസിൻ റെസിഡ്യൂസിന്റെ 9th പൊസിഷനിലാണ് മോണോമെത്തിലേഷൻ നടക്കുന്നതെങ്കിൽ എഗെയിൻ ആക്ടിവേഷൻ ആണ്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ H3K27 H3 തന്നെയാണ്, ലൈസിൻ റെസിഡ്യൂസ് തന്നെയാണ്. അതിൻ്റെ 27ാമത്തെ പൊസിഷനിലാണ്, 27ാമത്തെ അമിനോ ആസിഡിലാണ് മോണോമെത്തിലേഷൻ സംഭവിക്കുന്നത്, മീഥൈൽ ടാഗ്സ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതും ആക്ടിവേഷൻ ആണ്. ദെൻ H3K79 എഗെയിൻ H3 തന്നെയാണ്, ലൈസിനിൽ തന്നെയാണ്, 79ാമത്തെ പൊസിഷനിലാണ് സംഭവിക്കുന്നത്. ഇനി ഇപ്പോൾ അവിടെയും ആക്ടിവേഷൻ തന്നെയാണ് മോണോമെത്തിലേഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ H4K20 അത് 4ാമത്തെ ഹിസ്റ്റോണിലാണ്, H4 എന്ന് പറയുന്ന ഹിസ്റ്റോണിലാണ്. പക്ഷേ ലൈസിൻ റെസിഡ്യൂസ് തന്നെയാണ്, 20ാമത്തെ പൊസിഷനിലാണ് മോണോമെത്തിലേഷൻ സംഭവിക്കുന്നത്. എഗെയിൻ ആക്ടിവേഷൻ ആണ്. അപ്പം മോണോമെത്തിലേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ ആക്ടിവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനറലായിട്ട് ഈ മെത്തിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് അത് ജീൻ എക്സ്പ്രഷനെ റിപ്രസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ മോണോമെത്തിലേഷൻ ഈ പറഞ്ഞ പൊസിഷൻസിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ആക്ടിവേഷന്റെ കാരണമാകുന്ന പ്രോസസ്സാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ H2BK5 അത് H2B എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ ലൈസിൻ റെസിഡ്യൂസിൽ 5ാമത്തെ പൊസിഷനിലാണ് മോണോമെത്തിലേഷൻ നടക്കുന്നത്. ഒരു മീഥൈൽ ഗ്രൂപ്പാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി ഡൈമെത്തിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ H3K9 അവിടെ റിപ്രഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ H3K27 ഡൈമെത്തിലേഷൻ നടന്നു കഴിഞ്ഞാൽ റിപ്രഷൻ. ദെൻ H3K79 ഡൈമെത്തിലേഷൻ നടന്നു കഴിഞ്ഞാൽ ആക്ടിവേഷൻ. ഇനി ട്രൈമെത്തിലേഷൻ നമ്മൾ H3K4 സംഭവിക്കുകയാണെങ്കിൽ അത് ആക്ടിവേഷൻ. ദെൻ H3K9 നടന്നു കഴിഞ്ഞാൽ റിപ്രഷൻ. ദെൻ H3K27 നടന്നു കഴിഞ്ഞാൽ അത് റിപ്രഷൻ. ദെൻ H3K79 അത് ആക്ടിവേഷൻ ആകാം അല്ലെങ്കിൽ റിപ്രഷൻ ആകാം. H2BK5 അത് റിപ്രഷൻ. ദെൻ അസറ്റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ H3K9 സംഭവിക്കുകയാണെങ്കിൽ അത് ആക്ടിവേഷൻ ആണ്. H3K14 നടക്കുകയാണെങ്കിലും ആക്ടിവേഷൻ ആണ്. അസറ്റിലേഷൻ ജനറലി അത് ആക്ടിവേഷന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, ഒരു മോഡിഫിക്കേഷനാണ്. പക്ഷേ മെത്തിലേഷൻ കൊണ്ട് ആക്ടിവേഷനും ഇനാക്ടിവേഷനും റിപ്രഷനും ആക്ടിവേഷനും ഒക്കെ സംഭവിക്കാം. ഏത് തരത്തിലുള്ള മെത്തിലേഷൻ ആണ്, മോണോ ആണോ, ഡൈ ആണോ, ട്രൈ ആണോ,
ആ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷനും അതുപോലെ തന്നെ ഏത് റെസിഡ്യൂവിലാണ് സംഭവിക്കുന്നത് അതും ക്രൂഷ്യലാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ടിവേഷൻ ആണോ റിപ്രഷൻ ആണോ സംഭവിക്കുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ്റെ ആ കോഡ് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ആദ്യമേ ഉള്ള ലെറ്റർ, ആദ്യത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദ ഹിസ്റ്റോൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H3, H4, H2A, H2B എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരിക്കും. ദെൻ സിംഗിൾ ലെറ്റർ അമിനോ ആസിഡ് അബ്രിവേഷൻ, ഫോർ എക്സാമ്പിൾ K, ലൈസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അമിനോ ആസിഡ് അബ്രിവേഷൻ ആണ്. ദെൻ അമിനോ ആസിഡിൻ്റെ പൊസിഷൻ. ദെൻ ദ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ, Me stands for methylation, then P for phosphorylation, AC for acetylation, then UB for ubiquitination. Then last the number of modifications. എത്ര modifications, monomethylation ആണോ ഡൈമെഥിലേഷൻ ആണോ ട്രൈമെഥിലേഷൻ ആണോ എന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് അതിൻ്റെ നമ്പർ ഓഫ് മോഡിഫിക്കേഷൻസ് ആയിട്ട് സിംബലൈസ് ചെയ്തിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ H3K4Me1 എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് ദ മോണോമെഥിലേഷൻ ഓഫ് ദ ഫോർത്ത് റെസിഡ്യൂ, a lysine residue from the start. That is the N terminal of the H3 protein. H3 പ്രോട്ടീനിൻ്റെ N ടെർമിനലിൽ നിന്ന് നാലാമത്തെ ലൈസിൻ റെസിഡ്യൂവിൽ മോണോമെഥിലേഷൻ എന്നുള്ളതാണ് H3K4Me1 എന്ന് പറയുന്ന ആ കോഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് ഹിസ്റ്റോൺ കോഡ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് മേജറായിട്ടുള്ള ക്രോമാറ്റിൻ റീമോഡലിംഗ് മെക്കാനിസമാണ് ATP ഡിപ്പെൻഡൻറ്റ് ക്രോമാറ്റിൻ റീമോഡലിംഗ്. ATP ഡിപ്പെൻഡൻറ്റ് ക്രോമാറ്റിൻ റീമോഡലിംഗ് കോംപ്ലക്സസ്, അതും ഈ പറഞ്ഞ പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ്. ദേ റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ ബൈ ഐദർ മൂവിങ്, ഇജക്റ്റിംഗ് ഓർ റീസ്ട്രക്ചറിങ് ന്യൂക്ലിയോസോംസ്. അപ്പോൾ ഇവ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതായത് ഈ ന്യൂക്ലിയോസോംസിനെ മൂവ് ചെയ്യിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഹിസ്റ്റോൺസിനെ എക്സ്പെൽ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് മാറ്റി അതിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തൊക്കെയാണ് DNA-യും ഹിസ്റ്റോൺസും തമ്മിലുള്ള അസോസിയേഷനിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. These protein complexes have a common ATPase domain, and energy from the hydrolysis of ATP allows these remodeling complexes to reposition, slide, twist or loop nucleosomes along the DNA, expels histones away from DNA or facilitate exchange of histone variants. അപ്പോൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞ ഒരു ATP ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ്. ഇപ്പോൾ ഒരു ATPase ആക്ടിവിറ്റി ഉണ്ട്, അങ്ങനെ ഒരു ഡൊമൈന് ഈ പ്രോട്ടീൻ കോംപ്ലക്സസിന് ഉണ്ട്. അവിടെ നിന്ന് ATPase ആക്ടിവിറ്റിയുടെ ഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ATPയുടെ ഹൈഡ്രോളിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ റീമോഡലിംഗ് കോംപ്ലക്സസ് ന്യൂക്ലിയോസോംസിനെ DNA-ക്കകത്തൂടെ റീപൊസിഷൻ ചെയ്യും. അതായത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറ്റും, സ്ലൈഡ് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും, ലൂപ്പ് ചെയ്യും. ദെൻ DNA-യിൽ നിന്ന് ഹിസ്റ്റോൺസിനെ എക്സ്പെൽ ഔട്ട് ചെയ്യും. ദെൻ പല ഹിസ്റ്റോൺ വേരിയൻസിനെയും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ഇതെല്ലാം വഴി ഈ ന്യൂക്ലിയോസോമിൻ്റെ അസോസിയേഷന് വ്യത്യാസം ഉണ്ടാകും. അതായത് DNA-യും ഹിസ്റ്റോണും തമ്മിലുള്ള അസോസിയേഷന് വ്യത്യാസം ഉണ്ടാകും. ദസ് ക്രിയേറ്റിംഗ് ന്യൂക്ലിയോസോം ഫ്രീ റീജിയൻസ് ഓഫ് DNA ഫോർ ജീൻ ആക്ടിവേഷൻ. അപ്പോൾ ഇങ്ങനെ ആ ATPase ആക്ടിവിറ്റി വഴി റീപൊസിഷൻ, എക്സ്പെല്ലിംഗ് ഔട്ട്, ദെൻ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത് വഴി ന്യൂക്ലിയോസോം ഫ്രീ റീജിയൻസ് DNA-യിൽ ക്രിയേറ്റ് ചെയ്യും. അവിടേക്ക് ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന മെഷീനറിക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് റിക്രൂട്ടഡ് ആകാം, ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റഡ് ആകാം. അപ്പോൾ ഈ രീതിയിലാണ് എപ്പിജനറ്റിക് മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നത്. എപ്പിജനറ്റിക് മെക്കാനിസംസിൻ്റെ അല്ലെങ്കിൽ എപ്പിജനറ്റിക്സ് വർക്ക് ചെയ്യുന്നത് ക്രോമാറ്റിക് റീമോഡലിംഗ് എന്ന് പറയുന്ന ആ മെക്കാനിസത്തെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ കോണ്ടസ്റ്റിൽ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. കോവാലന്റ് ഹിസ്റ്റോൺ മോഡിഫൈയിങ് കോംപ്ലക്സസ്, ദെൻ ATP ഡിപ്പെൻഡൻറ്റ് ക്രോമാറ്റിൻ റീമോഡലിംഗ് കോംപ്ലക്സസ്, ഇതിനെക്കുറിച്ചാണ് ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. കുറച്ച് ലെങ്തിയാണ്, എന്നാലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.